മലയാളത്തിലെ യുവ സിനിമാ നടന്മാരിൽ ഏറെ ആരാധകർ ഉള്ള നടനായിരുന്നു ആസിഫ് അലി. എന്നാൽ കുറച്ചു നാളുകളായി ആസിഫ് അലിക്ക് അനുകൂലമായല്ല കാര്യങ്ങളുടെ പോക്ക്. ഒന്നിനു പുറകെ ഒന്നായി തന്റെ സിനിമകൾ പരാജയപ്പെടുന്നത് ആസിഫിന്റെ കരിയറിനെ ബാധിച്ചു എന്ന് വേണം കരുതാൻ. ഭാവനയും ആസിഫ് അലിയും കേന്ദ്ര കഥാപാത്രങ്ങളായ സിനിമയായിരുന്നു അടുത്തിടെ ഇറങ്ങിയ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ. അടുത്തിടെ റിലീസായ സിനിമകളിൽ ഏറെ ചർച്ചയായ സിനിമയായിരുന്നു അത്. തിയേറ്ററിൽ സിനിമ കാണാൻ ആളുകൾ കയറായതായതോടെ ചിത്രത്തിന്റെ സംവിധായകൻ സ്വയം ഫേസ്ബുക്കിലൂടെ നിരാശ അറിയിച്ചു. കാണേണ്ടവർ വേഗം കണ്ടോളൂ, ഇപ്പൊ തെറിക്കും തിയേറ്ററുകളിൽ നിന്ന് എന്ന ആ പുതുമുഖ സംവിധായകന്റെ പോസ്റ്റ് ഏറെ ചർച്ചയായി. ഒപ്പം ആസിഫ് അലിയും സിനിമ പ്രചരണം ഫേസ്ബുക്കിലൂടെ നടത്തി. തന്നോടുള്ള വിരോധം സിനിമയോട് കാണിക്കരുത് എന്നായിരുന്നു ആസിഫിന്റെ പോസ്റ്റ്. അതോടെ തിയേറ്ററിൽ ആളും കയറി. ആദ്യമായാണ് ആസിഫ് അലി തന്റെ ഒരു സിനിമ കാണണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുന്നത്. ഈ പരാജയത്തെ തന്നോട് ആളുകൾക്ക് എന്തുകൊണ്ട് വിശ്വാസം കുറഞ്ഞു എന്നുകൂടി മനസ്സിലാക്കാനുള്ള ഒരു അവസരവുമായി ആസിഫ് അലി കാണുന്നു. ആസിഫ് അലി പറയുന്നത് സിനിമയെ പറ്റിയുള്ള മുൻവിധികളാണ് ആളുകളെ തിയേറ്ററിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്നാണ്. ആസിഫ് അലിയല്ലേ നായകൻ, അപ്പോൾ പിന്നെ സിനിമ പൊളിയായിരിക്കും എന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. താൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ലെന്നും താനാണെങ്കിൽ പോലും നല്ല സംവിധായകരുടെയും നല്ല നടന്റെയും സിനിമകളെ കാണാൻ തിരഞ്ഞെടുക്കുകയുള്ളെന്നും ആസിഫ് അലി പറയുന്നു. ആദ്യ ദിവസം സിനിമയുടെ ദുർവിധി കണ്ട് തകർന്നു പോയെന്നും സ്വന്തം പേരിൽ 3-4 ഹിറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഫാൻസുകാരെങ്കിലും കയറുമായിരുന്നു എന്നും ആസിഫ് പറഞ്ഞു. നല്ല സിനിമകളാണെങ്കിൽ ഫാൻസ് കാണും. സോൾട്ട് ആൻഡ് പെപ്പറും ട്രാഫിക്കുമെല്ലാം അധികം പ്രൊമോഷൻ കൊടുക്കാതെ തന്നെ വിജയിച്ചത് അതിനുദാഹരണമാണ്. എന്നാൽ തന്റെ കഥാപാത്രങ്ങളെല്ലാം ഒരേ സ്വഭാവമുള്ളതായിരുന്നുവെന്നും ഓമനക്കുട്ടൻ അതിൽ നിന്നും വ്യത്യസ്തമാണെന്നും ആസിഫ് പറയുന്നു. പ്രമുഖ സംവിധായകരൊന്നും ഇപ്പോൾ തനിക്ക് ചാൻസ് തരുന്നില്ലെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.